എല്ലാ വിദ്യാർത്ഥികൾക്കും ടെക്സാൻഗ്സ് യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. 2026 പോലീസ് കുപ്പായൊക്കെ അണിഞ്ഞ് SPC കേഡറ്റ് ആവാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണ് ഈ വീഡിയോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായും കാണുക, കാരണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. അതും എഴുത്തു പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് പൊതുവിജ്ഞാന വിഭാഗത്തിൽ ഒരുപാട് ചോദ്യോത്തരങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങളുടെ മത്സരത്തിന് ഉപകാരപ്രദമാകും. ഇപ്പോൾ തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്ത് കാണാം. ലൈക്ക് ചെയ്യുന്നതോടൊപ്പം വീഡിയോ ഹൈപ്പ് ചെയ്ത് കാണാൻ കൂടി ശ്രദ്ധിക്കാം. ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേയുടെ ക്വസ്റ്റ്യൻ അവസാനമുണ്ട്, മുഴുവനായിട്ടും കാണാൻ കൂടി ശ്രദ്ധിക്കാം. ഒന്നാമത്തെ ചോദ്യം, SPC എന്നതിൻ്റെ പൂർണ്ണ രൂപം എന്ത്? ഉത്തരം സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ്. രണ്ടാമത്തെ ചോദ്യം, SPC ദിനം ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ആഗസ്റ്റ് 2. SPC പദ്ധതി കേരളത്തിൽ ഔദ്യോഗികമായി ആരംഭിച്ച വർഷം എന്ന്? ഉത്തരം 2010 ആഗസ്റ്റ് 2. SPC കേഡറ്റ്സ് ഡേ ആയി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ആഗസ്റ്റ് 27. SPC പദ്ധതി സ്കൂളുകളിൽ ആരംഭിച്ചത് എന്നായിരുന്നു? ഉത്തരം 2010 ആഗസ്റ്റ് 27. SPC പതാകയുടെ നിറം എന്ത്? ഉത്തരം നീല നിറം. SPC വെർച്വൽ ക്ലാസ്സിൽ പൗരബോധവും സാമൂഹിക പ്രതിബദ്ധതയും എന്ന വിഷയം ആരുടെ ജീവിതം അടിസ്ഥാനപ്പെടുത്തിയാണ് തയ്യാറാക്കിയത്? ഉത്തരം മഹാത്മാഗാന്ധിയുടെ. SPC കുട്ടികളുടെ മാനസിക ഉല്ലാസം വർദ്ധിപ്പിക്കുന്നതിനായി എല്ലാ ഞായറാഴ്ചയും നടത്തിവരുന്ന കോമഡി പരമ്പരയുടെ പേര് എന്ത്? ഉത്തരം ചിരിയോ ചിരി. SPC ജില്ലാതല ഉപദേശക സമിതിയുടെ രക്ഷാധികാരി ആരാണ്? ഉത്തരം ജില്ലാ കലക്ടർ. SPC പദ്ധതിയിൽ സ്കൂൾ തലത്തിൽ പ്രവർത്തിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ വിളിക്കുന്ന പേര് എന്താണ്? ഉത്തരം DI അഥവാ ഡ്രിൽ ഇൻസ്ട്രക്ടർ. SPC ഗീതത്തിൻ്റെ രചയിതാവ് ആര്? ഉത്തരം K. ജയകുമാർ IAS. SPCയുടെ ദേശീയ ഗാനം ആലപിച്ചത് ആരായിരുന്നു? ഉത്തരം ഷാൻ. അദ്ദേഹം ഒരു ബോളിവുഡ് ഗായകനായിരുന്നു. SPC പദ്ധതിയുടെ ചുമതലയുള്ള അധ്യാപകർക്ക് നൽകിയിരുന്ന ഔദ്യോഗിക നാമം എന്താണ്? ഉത്തരം CPO. SPCയുടെ മൂല്യാധിഷ്ഠിത പാഠ്യപദ്ധതിയുടെ പേര് എന്താണ്? ഉത്തരം ദൃശ്യപാഠം. കേരളത്തിലെ SPCയുടെ ഫൗണ്ടർ ആരാണ്? ഉത്തരം P. വിജയൻ IPS. SPC പ്രൊജക്റ്റ് റെസൊല്യൂഷൻ നടപ്പിലാക്കിയത് എന്ന് എവിടെ വെച്ച്? ഉത്തരം 2011 ഡെറാഡൂണിൽ വെച്ച് നടന്ന 41ാമത് ഓൾ ഇന്ത്യ പോലീസ് സയൻസ് കോൺഗ്രസിൽ വച്ച്. കേരളത്തിലെ ഏത് സ്കൂളാണ് SPC പ്രൊജക്റ്റിൻ്റെ കേരളത്തിലെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്നത്? ഉത്തരം തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ചാല ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂൾ. SPC പദ്ധതിയുടെ ഏറ്റവും ഉയർന്ന എക്സിക്യൂട്ടീവ് ഉദ്യോഗസ്ഥൻ ആര്? ഉത്തരം സ്റ്റേറ്റ് നോഡൽ ഓഫീസർ. SPC പ്രൊജക്റ്റിനെ അഭിനന്ദിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? ഉത്തരം ഡോക്ടർ മൻമോഹൻ സിംഗ്. വിദ്യാഭ്യാസ വകുപ്പിനോടൊപ്പം SPC പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന പ്രധാന വകുപ്പ് ഏത്? ഉത്തരം ആഭ്യന്തര വകുപ്പ്.
SPC നിലവിലുള്ള സ്കൂളുകളിൽ പോലീസ് സ്റ്റുഡൻറ് ലൈസൺ ഓഫീസറായി നിയമിക്കുന്നത് ആരെയാണ്? ഉത്തരം സ്കൂളിൻ്റെ പരിധിയിലുള്ള ലോക്കൽ പോലീസ് ഇൻസ്പെക്ടറെ. സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് ഡയറക്ടറേറ്റ് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ഉത്തരം തിരുവനന്തപുരം ജില്ല. SPC പദ്ധതി ആരംഭിച്ച ദൃശ്യാധിഷ്ഠിത പാഠ്യപദ്ധതിയുടെ പേര് എന്താണ്? ഉത്തരം ദൃശ്യപാഠം. SPC പരേഡിൽ ക്വിക്ക് മാർച്ച് ചെയ്യുമ്പോൾ എത്ര ഇഞ്ച് അകലത്തിലാണ് കാൽപാദങ്ങൾ വയ്ക്കേണ്ടത്? ഉത്തരം 24 ഇഞ്ച്. SPCയുടെ കേരളത്തിലെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം തിരുവനന്തപുരം ജില്ലയിൽ. ബ്രേക്ക് ഓഫ് പറയുമ്പോൾ SPC കേഡറ്റുകൾ ഏത് ദിശയിലേക്കാണ് തിരിയേണ്ടത്? ഉത്തരം വലതുഭാഗത്തേക്ക്. SPCയുടെ പതാക പ്രതിനിധാനം ചെയ്യുന്നത് എന്തിനെയാണ്? ഉത്തരം നാഷണൽ ഇൻ്റഗ്രിറ്റി ബേസ്ഡ് ഓൺ ഡിസിപ്ലിൻ ആൻഡ് ക്രിയേറ്റിവിറ്റി. ദേശീയ സമഗ്രത അടിസ്ഥാനമാക്കിയുള്ള അച്ചടക്കത്തിലും സർഗാത്മകതയിലും. സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് പദ്ധതിയുടെ ഔദ്യോഗിക വെബ് പേജ് ഏതാണ്? ഉത്തരം www.studentpolicecadet.org. SPC പദ്ധതിയിൽ ഒരു പ്ലാറ്റൂണിന് ഉണ്ടായിരിക്കേണ്ട പരമാവധി കേഡറ്റുകളുടെ എണ്ണം എത്ര? ഉത്തരം 22 പേർ. എൻ്റെ മരം എന്ന പദ്ധതിയിൽ SPCയുമായി സഹകരിക്കുന്ന സർക്കാർ വകുപ്പ് ഏത്? ഉത്തരം സോഷ്യൽ ഫോറസ്ട്രി. ലോക്ക്ഡൗൺ കാലത്ത് കുട്ടികളുടെ മാനസിക സംഘർഷങ്ങൾക്ക് പരിഹാരമായി കേരള പോലീസിൻ്റെയും SPCയുടെയും ആഭിമുഖ്യത്തിൽ ആരംഭിച്ച ടെലിഫോൺ കൗൺസിലിംഗ് പ്രോഗ്രാമിൻ്റെ പേര് എന്താണ്? ഉത്തരം ചിരി. SPCയുടെ ഒരു പദ്ധതിയാണ് ചിരി. ചിരിയുടെ ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണ്? ഉത്തരം 9497900200. SPC വെർച്വൽ ക്ലാസ്സിൽ ജ്യോതിശാസ്ത്രവുമായി ബന്ധപ്പെട്ട് അവതരിപ്പിച്ച പരമ്പരയുടെ പേര് എന്ത്? ഉത്തരം അകലങ്ങളിലെ പ്രപഞ്ചം. കേരളത്തിൽ ഏത് സംസ്ഥാനത്തു നിന്നുള്ള സഹായത്തോടെയാണ് കേരളത്തിലെ സ്കൂളുകളിൽ SPC പദ്ധതി ആരംഭിച്ചത്? ഉത്തരം രാജസ്ഥാൻ. SPCയുടെ ആപ്തവാക്യം എന്താണ്? ഉത്തരം വി ലേൺ ടു സെർവ്. കേരളത്തിൽ SPC പദ്ധതിയുടെ ആദ്യ നോഡൽ ഓഫീസർ ആരായിരുന്നു? ഉത്തരം P. വിജയൻ IPS. SPC ശ്രേണിയിൽ ഏറ്റവും ഉയർന്ന നയരൂപീകരണ സമിതി ഏതാണ്? ഉത്തരം സംസ്ഥാനതല ഉപദേശക സമിതി. കേരള ലീഗൽ സർവീസ് അതോറിറ്റി നിലവിൽ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി ആര്? ഉത്തരം N. ഷംസുദ്ദീൻ. SPC പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? ഉത്തരം ചിട്ടയായ പരിശീലനത്തിലൂടെ യുവാക്കളുടെ കഴിവ് വികസിപ്പിക്കുകയും മാനുഷിക മൂല്യങ്ങളാൽ നയിക്കപ്പെടുന്ന ആഗോള കാഴ്ചപ്പാടോടെ സാമൂഹിക നേതാക്കളാകാൻ അവരെ പ്രാപ്തരാക്കുകയും ചെയ്യുക എന്നതാണ് SPCയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത്. SPC ജില്ലാതല നോഡൽ ഓഫീസർ ഏത് റാങ്കിലുള്ള ഓഫീസറാണ്? ഉത്തരം DYSP.
ദേശീയ തലത്തിൽ SPC പ്രൊജക്റ്റ് ഉദ്ഘാടനം ചെയ്തത് ആരായിരുന്നു? ഉത്തരം രാജ്നാഥ് സിംഗ്. അന്നത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിരുന്നു അദ്ദേഹം. ഏത് കമ്പനിയുമായി സഹകരിച്ചാണ് SPC ഊർജ സംരക്ഷണ പദ്ധതി നടപ്പിലാക്കി വരുന്നത്? ഉത്തരം ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ. SPC പദ്ധതിയിൽ കേഡറ്റുകൾ യൂണിഫോമിനോടൊപ്പം ധരിക്കുന്ന തൊപ്പിയുടെ പേര് എന്ത്? ഉത്തരം ബീററ്റ് ക്യാപ്പ്. അടുത്തത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചോദ്യമാണ്. SPCയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ചോദ്യം. ഉത്തരം ഏറ്റവും വേഗത്തിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കുട്ടികളുടെ പൊതുവിജ്ഞാനവും അഭിരുചിയും പരിശോധിക്കുന്നതിനുള്ള ലളിതമായ ഒരു പരീക്ഷ ഉണ്ടാവും. അപ്പോൾ അതിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. അതുകൊണ്ട് ഇപ്പം തന്നെ എന്ത് ചെയ്യുക, ഇതിൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ഒരു ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാത്ത വിദ്യാർത്ഥികളുണ്ടെങ്കിൽ ഇപ്പം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. നമ്മുടെ ലൈക്ക് ടാർഗറ്റ് 1500 ലൈക്കാണ്. എല്ലാ കൂട്ടുകാരും ഇപ്പം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് നമുക്ക് വീഡിയോ ഇടാൻ തോന്നുന്നത്. നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും പ്രതീക്ഷിക്കുന്നു.